ഇനിയിപ്പോൾ അടുത്ത ഒരു വീട്ടിലേക്ക് കയറുകയാണ്. എല്ലാവരും പറയുന്നു മറ്റേ പ്രശാന്തിൻ്റെ വീട്ടിൽ കയറും, പിടിക്കും എന്നൊക്കെയാണ്. കയറിയിട്ട് എന്ത് ചെയ്യാൻ? ഇപ്പം തന്നെ അവർ ഒതുക്കാനുള്ളതെല്ലാം ഒതുക്കി. എങ്ങനെ ഇവരെ കൊണ്ട് പറയിപ്പിക്കണമെന്നുള്ള അറിയാൻ ഞങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അത് ഈ അക്യൂസ്ഡ് അല്ല, ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആ അക്യൂസ്ഡ് ആണെങ്കിൽ അവൻ കിളി പോലെ ഞങ്ങൾ പറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ പല അക്യൂസ്ഡും വരുന്നത് പിന്നെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയാണ് നിൽക്കുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മുമ്പ്. ഇവർ ചിരിച്ചോണ്ടല്ലേ നിൽക്കുന്നത് ഈ അക്യൂസ്ഡ്. അത് തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് എന്നെ പോലുള്ള ഒരുത്തന് കാണുമ്പോൾ മനസ്സിലാവും. വെരി കോൺഫിഡൻറ്റ്. അല്ല, നമ്മൾ രക്ഷിക്കപ്പെടും എന്നുള്ള ഒരു സംശയം വേണ്ട. അത് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അല്ല, വേറൊരു കാര്യമാവാം. കുറ്റം ചെയ്യാത്തത് കൊണ്ടുള്ള പുഞ്ചിരിയാകാം. ഒരിക്കലും അല്ലല്ലോ കുറ്റം ചെയ്യാത്ത പുഞ്ചിരി. അങ്ങനെയാണെങ്കിൽ ഈ SIT ഉദ്യോഗസ്ഥന്മാരെല്ലാം അകത്തു പോകുമല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ തിരിച്ച് ഇവരെ പണിയും. മര്യാദക്ക് ഒരു പാവപ്പെട്ട ഞാൻ അവിടെ പ്രസിഡൻ്റായിട്ടിരുന്ന് എന്നെ ഇവന്മാർ മനഃപൂർവ്വം കുടുക്കി മലീഷ്യസ് പ്രോസിക്യൂഷന് ഇവരെ തിരിച്ച് സ്കോർ ചെയ്യും. അതൊന്നുമല്ല, അത് സംഭവം ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ വിഷി വാഷ് ടൈപ്പ് ഇൻവെസ്റ്റിഗേഷനാണ്. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈജിപ്തിൻ്റെ കാര്യം പറഞ്ഞല്ല, ഈ വെളിയിലൊക്കെ പോയി എന്നാണ് വിദേശ രാജ്യങ്ങളിൽ പാസ്പോർട്ടിൽ ഇമിഗ്രേഷനിൽ 2019 ഇയാൾ ഏതൊക്കെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ. പക്ഷെ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് വിത്തൗട്ട് പാസ്പോർട്ട്. നിങ്ങൾക്കറിയാമല്ലോ, പാസ്പോർട്ടിനെ കത്തിച്ചളഞ്ഞ നമുക്ക് ഇവിടുന്ന് എഴുതാം. അതുകൊണ്ടാണ് പാസ്പോർട്ട് കോൺഫിസ്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആയിക്കോട്ടെ, നെടുമ്പ അതൊരു വലിയൊരു തെളിവല്ല. അതെ, പാസ്പോർട്ട് കിട്ടിയ ഗുഡ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പത്മകുമാറിനെ പോലുള്ള പത്മകുമാർ, വാസു ഇവരൊക്കെ പാസ്പോർട്ട് പിന്നെ ബാക്കിയുള്ള എവിഡൻസ് ഇതെല്ലാം ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് വരൂ, ഏതോ ഒരു സിനിമ പറഞ്ഞല്ലേ ഞങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവർ ഇരിക്കുകയാണ് അവിടെ SIT. അതുപോലെയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. ഇത്രയും ഡിലേ പാടില്ല. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഈ വാറൻറ്റ് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ കയറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അത് ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അല്ലാതെ പോലീസിനൊരു പ്രൊവിഷനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ വാസു പറയുകയാണ്, അത് മറ്റേ റിപ്പോർട്ടറും പിന്നെ റിട്ടയർ ചെയ്ത IPS ഓഫീസർ അങ്ങേരും ഇതിനകത്തുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മതി. അത് എന്നെ കോടതിയിൽ വെറുതെ വിടൂല, വേറെ പ്രശ്നം. പക്ഷെ അവർക്ക് SITക്ക് ചന്തുനായരുടെ വീട്ടിലും എൻ്റെ വീട്ടിലും കയറാൻ അത് മതി, വാറൻറ്റ് വേണ്ട. അത് നമ്മുടെ പോലീസിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്. മാർവാട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വാസറിൽ എഴുതിയിട്ട് കോടതിക്ക് ഇൻറ്റിമേഷൻ എഴുതി അങ്ങിടിച്ചത്. അങ്ങനെ 20 വീടുകളിൽ മിനിമം 20 ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. 20 വീടുകളിൽ ഇവർ SIT കയറണമായിരുന്നു. പക്ഷെ SIT കയറിയില്ല. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് അഗ്രസീവ്ലി ഓണസ്റ്റ്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അഗ്രസീവ് പേസ് ഇല്ല അവരുടെ ഇൻവെസ്റ്റിഗേഷൻ.